അല്ല നവാസേ, എയർപോർട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോ മോനെ ശ്രദ്ധിക്കുകയാണ്. എന്തൊരു മൂഡ് ഓഫ്. നാട്ടിൽ നിന്ന് വന്ന വിഷമായിരിക്കില്ലേ? അതൊന്നും സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. ഏയ് അതൊന്നും അലക്സ ചായ. ഞാൻ എന്റെ പൊന്നാര ബാപ്പാന്റെ കാര്യം ആലോചിക്കാം. 2-3 വർഷം കഴിയുമ്പോഴും മുമ്പ് നാട്ടിൽ വരിക. അന്ന് ഏതായാലും കാണാൻ കിട്ടൂല. ഇപ്പതേ എനിക്കൊരു വിസ റെഡിയാക്കി തന്നു. പക്ഷെ എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വരെ മുമ്പ് ടൈം കിട്ടിയിട്ടില്ല. ഓ അതാണപ്പോ കാര്യല്ലേ? അസനക്കായ്ക്ക് ലീവ് കിട്ടാത്തോടല്ലേ? അതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞയച്ചത്? അല്ലെങ്കിൽ കുടുംബത്തിനകത്തിന് മുമ്പിൽ ലീവ് കിട്ടല്. നാട്ടില് കൂട്ടുകാരായിട്ട് അടിച്ചു വിളിച്ചാൽ നീ നിന്നെ ഇങ്ങോട്ട് കെട്ടി വെച്ച മുമ്പേക്ക് സമാധാനമായി. കമ്പനി ജോലി, മണ്ണാങ്കട്ട. അപ്പൊ ഓക്കെ, ഇത് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ? അതെ. അതെല്ലാം റെഡിയാക്കണേ. ഹലോ അലക്സ് ചായ. ആ നവാസേ, എനിക്ക് ജോലി വേണ്ട അലക്സ് ചായ. എത്ര വർഷം ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ. ഞാൻ അവസാനമായിട്ട് ഞാൻ പറയാണ്. ഞാനിപ്പോ ഷോപ്പിലാണ്, കുറച്ച് തിരക്കുണ്ടല്ലോ. വൈകിട്ട് ഓഫീസിലേക്ക് വരാം, നമുക്ക് അവിടെ സംസാരിക്കാം. ഓക്കെ? ഓ അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ? എനിക്ക് ഈ പണി മത്സരിച്ച് പോകാനായിട്ടൊന്നുമല്ല. പിന്നെ ഞങ്ങളെ വളർത്തിന്റെയും പഠിപ്പിച്ചിന്റെയും വലുതാക്കി ലക്ഷങ്ങളെ കണക്കും പറഞ്ഞ് മുമ്പോട്ടിന്റെ അടുത്ത് വരുതെന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പറയരുതെന്ന് ഞാൻ പറഞ്ഞു. മോനെ, എന്തൊക്കെ പ്രതീക്ഷകളറിയോ ആ പാവത്തിൽ നിന്നെ കുറിച്ച്? ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചാന്നറിയോ നിനക്ക് ഈ ജോലി വാങ്ങി തന്നത്? ഓ, ജോലി വാങ്ങുന്നതിന്റെ മുമ്പിലെ ബാധ്യത തീർന്നല്ലോ. 10-12 ദിവസമായി ഞാൻ അവിടെ വന്നിട്ട്. ഇന്നൊന്നും വന്ന് കാണാൻ നമുക്ക് സമയം കിട്ടിയതുവരെ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല. അടുത്ത ആഴ്ച മോന്റെ വാപ്പാനും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുക. ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. പല നാട്ടിൽ നിന്നും കാണാലോ. മോനെ, നിനക്ക് എന്തിന്റെ കുറവ് ഇവിടെ? നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ഭക്ഷണം, ഭേദപ്പെട്ട താമസ സൗകര്യം. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? സൗകര്യങ്ങള് ആർക്ക് വേണം ഈ സൗകര്യം? അല്ലെങ്കിലും ഈ സൗകര്യങ്ങളാണല്ലോ വർഷങ്ങളായിട്ട് നാട്ടിൽ കൂടി വരാതെ മുകളുടെ അടട്ടിരിക്കാൻ കാരണം. സുഖിച്ച് അൽമായിച്ച് നടക്കല്ലേ, നടക്കട്ടെ. ഞാനേതായാലും ഇവിടെ നിൽക്കണില്ല. നിനക്കറിയാമല്ലോ, മൂത്ത രണ്ടുപേരെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന്റെ ബാധ്യത ഇതൊരു അദ്ദേഹത്തിന് തീർന്നിട്ടില്ല. വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബമായുള്ള ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. എനിക്കിതൊന്നും കേൾക്കണ്ട. അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച വാപ്പായെ കണ്ട് യാത്ര വയ്ക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. ഇതാ भैया हसन भाई किधर है? और टाइम गया है. किधर? मजरा. ഹസന, നിന്റെ വാപ്പ ഇന്ന് പണിക്ക് പോയിരിക്കുക. ഇതാണ് നിന്റെ വാപ്പാന്റെ ബെഡ്. വാ, നമുക്ക് വാപ്പാന്റെ പണിസ്ഥലത്തേക്ക് പോവാം. കണ്ടോ, നിന്റെ വാപ്പ സുഖിച്ച് ആർമാദിച്ച് നടക്കുന്ന സ്ഥലം കണ്ടോ? നിങ്ങൾ ഈ കുറച്ചുകൊണ്ട് എന്തിനൊന്ന് പണിക്ക് പോന്നെ? നിങ്ങൾക്ക് റൂമിൽ കുത്തിരാൻ പോരേഞ്ഞോ? റൂമിൽ കുത്തുന്ന പൈസ കിട്ടുമോ നാസറേ? റൂമിൽ നിൽക്കാനാ നമ്മളോട് പോ നിൽക്കണേ?
നിങ്ങൾ ഈ പൈസ ഇങ്ങനെ മരിച്ചോളി, തടി നോക്കാതെ എങ്ങനെയൊന്നും നാട്ടിൽ പോവാൻ നോക്കി നിങ്ങള്. അതിനായിട്ടില്ല. ഇന്റെ റുക്സാനെയും കൂടെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് നമ്മൾ നാട്ടിൽ കൊള്ളും. അതിനൊക്കെ നിങ്ങളെന്തിനാ നടക്കാറാണ്? അതിനുള്ള മകനെ കൊടുത്തിക്കണത് ഇനി ഓ നോക്കിക്കോളൂല്ലേ? ഏയ്, അതിന് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കൂല. ഓ എന്റെ അത്രയൊക്കെ വലിപ്പയക്കണേലും ഓപ്പോഴും ചെറിയ കുട്ടിയെന്നെ എനിക്ക്. ഓൻ ജീവിതം പഠിക്കല്ലേ. നമുക്ക് വാപ്പാനെ കണ്ടുവരാം. വേണ്ട ചായ, ഈ അവസ്ഥയിലേക്ക് എന്റെ പന കാണാൻ പറ്റില്ല. വാ, നമുക്ക് തിരിച്ചു പോവാം. ഇനി പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് നാട്ടിൽ പോകാനുള്ള ഏർപ്പാട് ചെയ്യണം. പോണം, പക്ഷെ എനിക്കല്ല ചായ. എന്റെ ഒപ്പാനെ മരുഭൂമിയിൽ നിന്ന് കയറ്റിയുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്റെ ഒപ്പാനെ കാണുള്ളൂ. ഹസൻഖാൻ നല്ല പനിയുണ്ട് കേട്ടോ. നമുക്ക് മോനെ വിവരം അറിയിക്കല്ലേ? വേണ്ട, എന്റെ കുട്ടിനെ വിവരം അറിയിക്കണ്ട. ഈ അവസ്ഥയിൽ ഓനെ കാണണ്ട. 10-12 ദിവസമായി എന്റെ കുട്ടിയോട് വന്നിട്ട് ഓനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങളെ എന്തിനാ ബേജാറാണ്? നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് നാളെ ടിക്കറ്റ് ആയിട്ട് വരുമല്ലേ? ഹസൻഖാ, നിങ്ങൾ കുറച്ചേരം കടന്നോളിയാണ്. എന്തായാലും ടിക്കറ്റ് എല്ലാം എടുത്തല്ലോ, ഇതെല്ലാം ഹാപ്പി ആയല്ലോ. ഇനിയിപ്പോ വാപ്പാനോടൊന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പി ആവുള്ളൂ. അതാ അവിടുന്ന് വിളിക്കുന്നല്ലോ. അതെ. ഹലോ, ആ, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. എന്ത്? നിങ്ങളിപ്പോ എവിടെയുള്ളത്? ആ, ഞങ്ങളിതാ വരുന്നു. എന്താ എന്താ ലക്ഷ്യ? ഒന്നുമില്ല. അല്ല, എന്ത് പറ്റി? ഒന്ന് ഭയം വിട്ടെ. കാണാൻ പറ്റില്ലല്ലോ. എന്റെ ഉപ്പ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളെല്ലാരും കൂടി ഇപ്പഴ റൂമിൽ പോയി. പനിച്ചു പറിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ കൂട്ടിക്കൊണ്ടുവന്നു. നീച്ചണ സമയമായിട്ടും നീച്ചണ കാലത്ത് ചെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് കാണുന്നത്. കണ്ടില്ല, ഇന്ന് പോകാനുള്ള പെട്ടിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്.